നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബലമായ സുന്നത്തുകൾ. ബാങ്ക് വിളിക്കുന്നവർക്കുള്ള പ്രതിഫലം. ബാങ്ക് വിളിക്കുന്നവന്റെ ശബ്ദം എത്തുന്നിടത്തെ മനുഷ്യരും ജിന്നും മറ്റു വസ്തുക്കളും അന്ത്യനാളിൽ അവന് സാക്ഷി പറയാതിരിക്കുകയില്ല, അവന് വേണ്ടി സാക്ഷി പറയുന്നതാണ്. ബാങ്ക് വിളിക്കുന്നവർ അന്ത്യനാളിൽ കഴുത്ത് നീണ്ടവരായിരിക്കും. ബാങ്ക് വിളിക്കുന്നവനെ അനുഗമിക്കലും ശേഷം പ്രാർത്ഥിക്കലും. നാം ബാങ്ക് വിളി കേൾക്കുകയാണെങ്കിൽ ബാങ്ക് വിളിക്കുന്നത് പോലെ നാമും പറയുക, ഏറ്റുചൊല്ലുക. ഹയ്യാല സ്വലാത്ത്, ഹയ്യാലൽ ഫലാഹ് എന്നിങ്ങനെ പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ് പറയേണ്ടത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടതാണ്. പിന്നീട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മത്തി വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല വബ്അസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة وابعثه مقاما محمودا الذي وعدته إنك لا تخلف الميعاد. ഈ പരിപൂർണമായ പ്രാർത്ഥനയുടെയും ആസന്നമായ നമസ്കാരത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വസീല, ഫളീല എന്നീ പദവികൾ നൽകണമേ. നീ വാഗ്ദാനം ചെയ്ത സ്തുത്യർഹമായ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നീ നിയോഗിക്കുകയും ചെയ്യണമേ എന്ന് ബാങ്ക് വിളി കേൾക്കുന്നവൻ പറഞ്ഞാൽ അന്ത്യനാളിൽ എന്റെ ശുപാർശ അവന് ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. പൂർണ്ണമായ നിലക്ക് വുളൂ ചെയ്യുക. ആരെങ്കിലും വുളൂ നല്ലവണ്ണം ചെയ്താൽ അവന്റെ പാപങ്ങൾ ദേഹത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അത് നഖത്തിന്റെ താഴ്ഭാഗത്തിലൂടെ വരെയും. പരിപൂർണമായി വുളൂ ചെയ്യുന്നതിന്റെ പ്രതിഫലമാണ് ഇത്. വുളൂഇന്റെ ശേഷമുള്ള പ്രാർത്ഥന. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീൻ. അല്ലാഹു അല്ലാതെ ആരാധ്യനായി ആരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവനേകനും പങ്കുകാരില്ലാത്തവനാണ്. നിശ്ചയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദൂതനും ദാസനുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു എന്ന് ആരെങ്കിലും പൂർണ്ണമായ വുളൂ ചെയ്ത ശേഷം പറഞ്ഞാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന് തുറക്കപ്പെടാതിരിക്കുകയില്ല. അതിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നതിലൂടെ അവന് പ്രവേശിക്കാം. വുളൂഇന്റെ ശേഷം 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കൽ. ആരെങ്കിലും നന്നായി വുളൂ ചെയ്ത ശേഷം 2 റക്അത്ത് അതിലേക്ക് മനസ്സും മുഖവും തിരിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ സ്വർഗം അവന് നിർബന്ധമാകാതിരിക്കില്ല. പള്ളിയിലേക്കുള്ള കാലടികളുടെ ആധിക്യവും അതിനുള്ള പ്രതിഫലവും. ആരെങ്കിലും പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ പോക്കുവരവിലെ ഓരോ കാലടികൾക്കും ഒരു നന്മ രേഖപ്പെടുത്തുകയും ഒരു തിന്മ മായ്ക്കപ്പെടുകയും ചെയ്യും. ആരെങ്കിലും പരിപൂർണമായ നിലക്ക് വുളൂ എടുത്തുകൊണ്ട് നമസ്കാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ പോക്കുവരവിലെ ഓരോ കാലടികൾക്കും ഒരു നന്മ രേഖപ്പെടുത്തുകയും ഒരു തിന്മ മായ്ക്കപ്പെടുകയും ചെയ്യും. ജുമാക്ക് വേണ്ടി നേരത്തെ പുറപ്പെടൽ. ജുമാ ദിനം ആരെങ്കിലും കുളിക്കുകയും ഭാര്യയുമായി സഹവസിച്ച് ജനാബത്ത് കുളിപ്പിക്കുകയും വാഹനം കയറാതെ കാൽനടയായി വളരെ നേരത്തെ പുറപ്പെടുകയും ഇമാമിനോട് അടുത്ത സ്ഥലത്തിരിക്കുകയും പാഴ്കാര്യങ്ങളൊന്നും ചെയ്യാതെ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്താൽ അവന്റെ ഓരോ കാലടിക്കും 1 വർഷത്തെ നമസ്കാരത്തിന്റെയും വ്രതത്തിന്റെയും പ്രതിഫലം ലഭിക്കുന്നതാണ്. ഒരാൾ വെള്ളിയാഴ്ച ദിനം കുളിക്കുകയും സാധ്യമായ വിധം കുളിച്ചു ശുദ്ധിയാവുകയും അവന്റെ അടുക്കലുള്ള എണ്ണ തേക്കുകയും തന്റെ ഭവനത്തിലുള്ള സുഗന്ധം പൂശുകയും ശേഷം അവൻ പുറപ്പെട്ട്
രണ്ടാളുകൾക്കിടയിൽ ചാടിക്കടക്കാതെ അവന് നിശ്ചയിക്കപ്പെട്ട 2 റക്അത്ത് നമസ്കരിക്കുകയും പിന്നീട് ഇമാമിന്റെ ഖുത്ബ മൗനമായി ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്താൽ അതിന്റെ അടുത്ത ജുമാകൾക്കിടയിലുമുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കില്ല. ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുക. ആരെങ്കിലും 40 ദിനം ആദ്യ തക്ബീർ മുതൽ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ചാൽ നരകവിമുക്തിയും കാപട്യത്തിൽ നിന്ന് മോചനവും രേഖപ്പെടുത്തുന്നതാണ്. ഫർള് ജമാഅത്തിനുള്ള പ്രതിഫലം. ജമാഅത്ത് നമസ്കാരം തനിച്ചുള്ള നമസ്കാരത്തെക്കാൾ 27 ഇരട്ടി പദവി ശ്രേഷ്ഠമാണ്. സുബ്ഹിയും ഇശാഉം ജമാഅത്തായി നമസ്കരിക്കൽ. ഒരാൾ ഇശാഇ ജമാഅത്തായി നമസ്കരിച്ചാൽ രാത്രിയുടെ പകുതി നമസ്കരിച്ചവനെ പോലെയാണ്. ഒരാൾ സുബ്ഹി ജമാഅത്തായി നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ്. ഒന്നാമത്തെ സൊഫിൽ നമസ്കരിക്കുന്നതിന്റെ പ്രതിഫലം. ബാങ്ക് വിളിക്കുന്നതിന്റെയും ഒന്നാമത്തെ സൊഫിനുമുള്ള മഹത്വം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിനു വേണ്ടി നറുക്കിടുകയല്ലാതെ മറ്റു വഴി അവർ കണ്ടെത്താത്തതാവുകയും അതിനാൽ അവർ നറുക്കിടുകയും ചെയ്യുമായിരുന്നു. അത്രത്തോളം പ്രതിഫലമുള്ള ഒരു കർമ്മമാണ് ബാങ്ക് വിളിക്കലും ഒന്നാമത്തെ സൊഫിൽ നമസ്കരിക്കലും ജമാഅത്തായി നമസ്കരിക്കലും. See me with the next part, inshallah. Don't forget me in your prayers. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്.